യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പത്തനംതിട്ടയിലെ അനുയായികളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോണുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കേസിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് പത്തനംതിട്ടയിലെ പരിശോധന. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ക്രൈംബ്രാഞ്ചിന്റേത് അപ്രതീക്ഷിതമായ ഒരു പരിശോധനയായിരുന്നോ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വീട്ടിൽ? തീർച്ചയായും ദിവ്യ, ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നെത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തോടൊപ്പം അടൂർ പോലീസ് കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു അടൂരിലും ഏഴംകുളത്തുമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലുണ്ടായത്. ഇവരുടെ വീടുകളിലേക്ക് എത്തി യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. അതോടൊപ്പം വിവിധ ഫയലുകളും രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു. എന്നാൽ ഈ ഇത്തരത്തിലുള്ള ഹാർഡ് കോപ്പികളിൽ നിന്നൊന്നും കാര്യമായ വിവരങ്ങൾ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഫോൺ പിടിച്ചെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം പോയത്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയ കേസിലെ പ്രധാന പ്രതിയായ ഫെനീൻ ഐലാൻഡ് ഉൾപ്പെടെയുള്ള വീടുകളിൽ പരിശോധന നടന്നു. ഇവരെല്ലാം രാഹുലിന്റെ കടുത്ത അനുയായികളാണ്. രാഹുലിനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ രാഹുലിനെ സഹായിച്ച ആളുകളാണ്. ഇവരെല്ലാം തന്നെയാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അംഗത്വ വിതരണ ക്യാമ്പയിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ചിത്രം പിടിച്ചവരും. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വ വിതരണത്തിൽ ഉൾപ്പെടെ ക്രമക്കേട് നടന്നു എന്നുള്ള ഒരു ആരോപണവും കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം ഇന്ന് അടൂർ പോലീസിന്റെ സഹായത്തോടെ കൂടി അടൂരിലും ഏഴംകുളത്തും പരിശോധന നടത്തിയത്. ഏതായാലും നിലവിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലാണ് പരിശോധനകൾ പൂർത്തിയായിട്ടുള്ളത്. നാളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിനായി രാഹുലിനെ നോട്ടീസ് നൽകി ക്ഷണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെത്തി രാഹുൽ മൊഴി നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ വ്യക്തമാകുന്നത്. ഏതായാലും ഇന്ന് കാര്യമായ രീതിയിൽ തെളിവുകൾ രാഹുലിനെതിരായി ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുലിന്റെ വീട്ടിലെത്തിയും പരിശോധന നടത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഡിജിറ്റൽ തെളിവുകളിലെ കൂടുതൽ വിവരങ്ങൾ ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നാളെ രാഹുലിന്റെ മൊഴിയെടുത്ത ശേഷം ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിവ്യ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളുടെ പത്തനംതിട്ടയിലെ വീട്ടിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അപ്രതീക്ഷിത പരിശോധന. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാനിരിക്കെയായിരുന്നു പരിശോധന നടന്നത്. വിവരങ്ങളാണ് നന്ദുഷ നൽകിയത്.